നമസ്കാരം. നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കുകയാണ് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ചികിത്സാ പിഴവ് തുടർക്കഥയാകുമ്പോഴും പകർച്ചവ്യാധികൾ പടരുമ്പോഴും സർക്കാർ തുടരുന്ന മൗനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ച സംഭവം ആരോഗ്യ കേരളത്തിന് അപമാനമാണെന്നും വി മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം നമുക്ക്. കുഞ്ഞു ശവപ്പെട്ടിയുമായി സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തുന്ന കഴക്കൂട്ടത്തെ കുടുംബത്തിന്റെ ചിത്രം ആരോഗ്യ കേരളത്തിന് അപമാനമാണ്. മാതൃശിശു മരണനിരക്ക് കുറയുന്നതിലടക്കം മികച്ച നേട്ടം കൈവരിച്ച കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കുകയാണ് പിണറായി സർക്കാർ. ചികിത്സാ പിഴവ് തുടർക്കഥയാകുമ്പോഴും പകർച്ചവ്യാധികൾ പടരുമ്പോഴും സർക്കാർ തുടരുന്ന മൗനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഗർഭാവസ്ഥയിൽ മരിച്ച ശിശു ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് നല്ല നമസ്കാരം. ശസ്ത്രക്രിയ കഴിഞ്ഞ് കത്രിക കൂട്ടി തുന്നിക്കെട്ടിയും കൈവിരലിലെ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ ആളിന് നാവിന് നടത്തിയതും കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ രാജ്യത്തിനു മുന്നിൽ പരിഹാസ്യരാവുകയാണ് ചെയ്യുന്നത്. പാവപ്പെട്ട കുടുംബാംഗങ്ങളിൽ നിന്നുള്ള രോഗികളുടെ ജീവനാണ് ഇത്തരത്തിൽ പന്താടപ്പെടുന്നത്. മഞ്ഞപ്പിത്തവും മറ്റ് പകർച്ചവ്യാധികളും അപകടകരമായി പടർന്നു പിടിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പനി വന്നാൽ പോലും ചികിത്സിക്കാൻ അമേരിക്കയിൽ പോവാം. പക്ഷെ നാട്ടിലെ സ്വകാര്യ ആശുപത്രികളിൽ പോലും പോവാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങൾ എന്തു വേണം? കോവിഡ് കാലത്ത് വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ് എല്ലാ ദിവസവും 1 മണിക്കൂർ മലയാളിയെ ഉപദേശിച്ച മുഖ്യമന്ത്രി സർവത്ര തകർന്ന ആരോഗ്യ മേഖലയെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച് മിണ്ടാത്തതെന്ത്? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. വി മുരളീധരൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളതെന്നാണ് പ്രബുദ്ധരായ മലയാളികൾ ചോദിക്കുന്നത്. എന്ത് വിശ്വസിച്ചാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി പോകുന്നത്? പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് ഏക ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ. എന്നാൽ അവിടെയും സ്ഥിതി മോശമാണെങ്കിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യവും ഇവിടെ ഉണ്ടാകുന്നു. അതാണെങ്കിലോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് ഏറെ ബാധിക്കുന്നതും. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി ഘോരം പ്രസംഗിക്കുന്ന സാഹചര്യത്തിലാണ് ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് കൂടി നാം ഓർക്കേണ്ടതുണ്ട്.